കടലിലേക്ക് പോകുന്ന നായകനാണെങ്കിൽ തിരിച്ചു വരുന്നില്ല. അന്വേഷിക്കുന്ന സമയത്ത് അവനൊരു കുരുക്കിൽ പെട്ടു എന്നുള്ള കാര്യം നായിക അറിയുന്നു. അതിനെ തുടർന്ന് നായിക ചെയ്യുന്ന കുറെ കാര്യങ്ങളും ആ കാര്യങ്ങൾ കൊണ്ട് നായകന് തിരിച്ച് കരയിലേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളും പറയുന്ന ഒരു ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള തണ്ടയിൽ എന്ന് പറയുന്ന 2025 പുതിയതായിട്ട് ഇറങ്ങിയ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ മച്ചാന്മാരെയും ഞാൻ സിനിമാറ്റോഗ്രാഫറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇനിയും പറഞ്ഞധികം ലാഗ് അടിപ്പിക്കേണ്ട, നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് സത്യ എന്ന് പറയുന്ന നമ്മുടെ മൂവിയിലെ നായികനെയാണ്. അവളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ശോകത്തോടു കൂടി മഴ നനഞ്ഞിരിക്കുവാണ്. അതിനൊരു കാരണമുണ്ട്. അവളുടെ കാമുകനായ രാജു, അതായത് നമ്മുടെ മൂവിയിലെ നായകൻ, അവൻ കടലിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു. എന്നാൽ അവിടെ വെച്ച് അവൻ എന്തോ കുരുക്കിപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതുവരെ അവന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. സോ ആ കാര്യം ആലോചിച്ചാണ് നായിക ഭയങ്കര ശോകമായിട്ടിരിക്കുന്നത്. അങ്ങനെ ഇതേ സമയം അവിടേക്ക് നായികന്റെ അച്ഛൻ വരുന്നു. അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് അയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞ് കുറെ നേരം ഇരുന്ന് ആലോചിച്ച് നായിക ഒരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ തീരുമാനം അച്ഛന്റെ അടുത്ത് വന്ന് അവൾ പറയുവാണ്, അച്ഛൻ എനിക്കൊരു പയ്യനെ ആലോചിച്ചോ, അച്ഛൻ കണ്ടെത്തുന്ന പയ്യനെ കല്യാണം കഴിക്കാൻ ഞാൻ ഓക്കെയാണെന്ന്. ഇങ്ങനെയാണ് അവൾ അച്ഛനോട് പറയുന്നത്. മനസ്സ് കല്ലാക്കിക്കൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനം അച്ഛനോട് പറയുന്നത്. രാജുവിനോട് അവൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും അവൾ എന്തുകൊണ്ടാണ് രാജുവിനെ മറന്ന് ഇപ്പൊ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ ഓക്കെയാണെന്ന് പറയുന്നതെന്ന് നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നായിക പറഞ്ഞ പോലെ നായകനെ പെണ്ണ് കാണാൻ വേണ്ടി അച്ഛൻ അവിടേക്ക് കരുണാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കൊണ്ടുവരുവാണ്. അയാളെ ശരിക്കും ഒന്ന് കാണുപോലും ചെയ്യാതെ നമ്മുടെ നായിക അതിനൊക്കെ പറയുകയും ചെയ്യുന്നു. എന്നാൽ കല്യാണത്തിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നായികയ്ക്ക് അയാളോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യം നായിക അയാളെ അറിയിക്കുന്ന സമയത്ത് അയാൾ അങ്ങനെയാണെങ്കിൽ മീറ്റ് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് അവരങ്ങനെ മീറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ നായികനോട് ചോദിക്കുന്നു, എന്താ തനിക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ലേ എന്ന്, അതുകൊണ്ടാണ് എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന്. അങ്ങനെയല്ല, എന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് വീട്ടുകാർ ഈ വിവാഹം ആലോചിച്ചത്. എന്നാൽ കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് രാജു എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പറ്റി നിങ്ങൾ അറിയണം. ഇങ്ങനെയും പറഞ്ഞ നായകനെ പറ്റി അവള് ഈ വ്യക്തിയോട് പറയാൻ തുടങ്ങുന്നു. കടലിനടുത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാന വരുമാന മാർഗം മീൻപിടുത്തമായിരുന്നു. ഒരു ഗ്യാങ് ആയിട്ട് കുറച്ച് ആൾക്കാർ കടലിലേക്ക് പോയാ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് 2-3 ദിവസങ്ങൾക്ക് ശേഷം അവർ തിരിച്ച് നാട്ടിലേക്ക് വരുള്ളൂ, അതായത് കരയിലേക്ക് വരുള്ളൂ. അങ്ങനെ ഇപ്പൊ നായിക ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം വിഷ്വലാക്കി നമ്മളെ കാണിക്കാൻ തുടങ്ങുന്നു. നായകൻ ഒരു കൂട്ടം ആൾക്കാരും കടലിലേക്ക് പോയി മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരുവാണ്. ഈ സമയത്ത് കരയില് നായകന്റെ തിരിച്ചുവരവിന് വേണ്ടി നായിക കാത്തിരിക്കുവായിരുന്നു. കാരണം നായകനും അത്രയധികം പ്രണയത്തിലായിരുന്നു. ഈ സമയം ഒരു സോങ്ങിലൂടെ അവരുടെ പ്രണയം എത്ര സ്ട്രോങ് ആണെന്നൊക്കെ കാണിക്കുന്നു. നായകന്റെ വീട്ടിൽ അവന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ അച്ഛൻ മരിച്ചു പോയതാണ്. നാടിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് നായകന്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നായകന്റെ അച്ഛനോട് വലിയ ആദരവായിരുന്നു. നായകന്റെ അച്ഛന്റെ തൊഴിൽ മീൻപിടുത്തം തന്നെയായിരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് നായകന്റെ ടീമിലെ സീനിയർ ആയിട്ടുള്ള സിദ്ധ എന്ന് പറയുന്ന വ്യക്തിനെയാണ്. അയാൾ ഇപ്പൊ ഒരുപാട് സങ്കടത്തിലിരിക്കുന്നു. അപ്പൊ നായകനും ബാക്കി ഫ്രണ്ട്സും അയാളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുവാണ്, അടുത്തുള്ള നാട്ടില് ഒരു കൂട്ടം ആൾക്കാരെ കൂടി മണല് വാരിക്കൊണ്ടിരിക്കുവാണ്. അവർ ഇനി ഈ പ്രവൃത്തി തുടർന്ന നമ്മുടെ നാട് തന്നെ അപകടത്തിലാവും, കടൽ ദുരന്തങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. ഈ കാര്യം അറിഞ്ഞിട്ട് സിദ്ധ എന്ന് പറയുന്ന വ്യക്തി അവരെ തടയാൻ ചെന്നു. എന്നാൽ അയാളെ ആണെങ്കിൽ അവരെ അപമാനിച്ചു വിട്ടു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അയാൾ പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന നായകനും ഫ്രണ്ട്സിനും ദേഷ്യം വരുന്നു. അങ്ങനെ അവർ നേരെ ആ സ്ഥലത്തേക്ക് എത്തുവാണ് അവന്മാരോട് അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി. അങ്ങനെ അവിടേക്ക് എത്തി ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാർക്കെല്ലാം നായകൻ നല്ല തല്ലു കൊടുക്കുന്നു. അതുപോലെ ഈ പ്രവൃത്തി ഇനിയും തുടർന്ന നാടിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്തായിരിക്കും എന്ന് അവർക്കെല്ലാം നായകൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ രീതിക്ക് ആ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നായകൻ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നു. അതിനുശേഷം നായകൻ അവന്റെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോരുകയും ചെയ്യുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ നേതാവിനെയാണ് തണ്ടൽ എന്ന് പറയുന്നത്. നല്ല കാര്യപ്രാപ്തിയും ജനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവും അങ്ങനെയുള്ളൊരു മാത്രമാണ് തണ്ടയിലാവുന്നത്. ഇപ്പൊ പ്രസന്റിലെ ആ നാടിന്റെ തണ്ടയില് സിദ്ധ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ്. ഇപ്പൊ അയാൾ നാട്ടുകാരെ എല്ലാരും വിളിച്ചുകൂട്ടി പറയുവാണ് അടുത്ത തണ്ടയിലാവാൻ പോകുന്നത് നായകനായിരിക്കും എന്ന്. കാരണം നായകൻ നാടിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു, അവന്റെ അച്ഛനെ പോലെ തന്നെ. അങ്ങനെ ഈ ഒരു സന്തോഷ വാർത്ത അറിയുന്ന സമയത്ത് ആ നാട് തന്നെ അത് ആഘോഷിക്കുന്നു. അങ്ങനെ അവിടെ 2 ദിവസം കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ നായകനും സംഘവും മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് പോകാൻ തുടങ്ങുന്നു. തണ്ടയിലായിട്ട് ആദ്യമായിട്ടാണ് നായകൻ ഇങ്ങനെ കടലിലേക്ക് പോകുന്നത്. എപ്പോഴാണെങ്കിലും കടലിലേക്ക് നായകൻ പോകാൻ തുടങ്ങുമ്പോൾ നായികയ്ക്കാണെങ്കിലും മനസ്സിലൊരു ആദ്യം ഉണ്ടാവും. ഇപ്പോഴും ആ ആദ്യം നായകന്റെ മനസ്സിലുണ്ട്. അങ്ങനെ നായകനും സംഘവും കടലിലേക്ക് പോകുന്നു. പോയി കുറച്ച് ദിവസം കഴിയുന്നു. കറക്റ്റ് ആയിട്ടുള്ള മൊബൈൽ സിഗ്നൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നായികയ്ക്കാണെങ്കിൽ അവനെ കോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നായകന്റെ ഫ്രണ്ടിന്റെ ഒരു ചേട്ടൻ, ആള് ഇതുപോലെ കടലിൽ മീൻ പിടിക്കാൻ പോയതാണ്. അവിടെ വെച്ച് എന്തോ ഒരു അപകടത്തിൽപ്പെട്ട് അയാൾ മരിക്കുന്നത്. അങ്ങനെ അയാളുടെ ബോഡി കരയിലേക്ക് എത്തിക്കുന്ന സമയം നാട്ടുകാരൊക്കെ സങ്കടപ്പെടുന്നു. ഈ സമയം പാവം നമ്മുടെ നായകന്റെ മനസ്സിലും ആദ്യം കയറുവാണ്. കടലിലേക്ക് ഇതുപോലെ മീൻ പിടിക്കാൻ പോയ നായകന് എന്തെങ്കിലും സംഭവിക്കുമോ, അവൻ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളൊരു ആദ്യമാണ് നായകന്റെ മൈൻഡിൽ. അങ്ങനെ നായിക ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുന്ന അവളുടെ അച്ഛനാണെങ്കിൽ അവളുടെ അടുത്ത് വന്ന് കാര്യം ചോദിക്കുന്നു. അപ്പൊ അവൾ അച്ഛനോട് ചോദിക്കുവാണ്, ഈ നാട്ടിലുള്ള ഭൂരിഭാഗം ആണുങ്ങളും കടലിൽ മീൻ പിടിക്കാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് അവർ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നായകന്റെ അച്ഛൻ മാത്രം ഇപ്പോഴും കരയിലാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ഇത് കേൾക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ പറയുന്നു, മോളെ പണ്ട് എനിക്കും ആഗ്രഹം നാട്ടുകാർ ഒരുപാട് ആദരിക്കുന്ന ഒരു തണ്ടയിലാവണമെന്ന് തന്നെയായിരുന്നു. മീൻപിടുത്തം തന്നെയായിരുന്നു അച്ഛന്റെ പഴയ ജോലി. ഒരിക്കലും ഇതേപോലെ മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് പോയി കുറെ ദിവസത്തിന് ശേഷം അച്ഛൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു, അതായത് കരയിലേക്ക് വന്നു. അപ്പൊ അച്ഛൻ അറിയുന്ന വാർത്ത എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ അമ്മ, അതായത് അയാളുടെ ഭാര്യ
മരിച്ചു എന്നാണ്. കടലിലേക്ക് പോയതായോണ്ട് തന്നെ ആ കാര്യം നാട്ടുകാർക്ക് അയാളെ ഒന്ന് അറിയിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ഭാര്യന്റെ മരണം പോലും അറിയാതെ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അയാൾ തിരിച്ചെത്തിയത്. അന്ന് അയാൾ തീരുമാനം എടുത്തതാണ് ഇനി കടലിലേക്ക് മീൻ പിടിക്കാനായിട്ട് ഈ രീതിക്ക് അയാൾ പോവില്ല എന്ന്. ഈ ജോലി അങ്ങനെയാ മോളെ, ഒരുപാട് റിസ്കുകളുണ്ട്. ഇങ്ങനെയല്ല അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ വീണ്ടും 2 ദിവസം കഴിഞ്ഞ് പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോയിരുന്ന നാഗിനും സംഘവും നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇതറിയുമ്പോൾ നായികയ്ക്ക് ഒരുപാട് സന്തോഷവും ആശ്വാസവും ഒക്കെ ആവുന്നുണ്ട്. എന്നാലും അവളുടെ മനസ്സിൽ ആദി വിട്ടു മാറിയിട്ടില്ല. അങ്ങനെ അവളുടെ മുഖം കാണുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ എന്തോ ഒരു ആദി ഉണ്ടെന്നുള്ള കാര്യം നായകന് മനസ്സിലാവുന്നു. അങ്ങനെ നായകൻ അവളോട് ചോദിക്കുവാണ് ഓപ്പൺ ആയിട്ട്, എന്താ നിന്റെ പ്രശ്നമെന്ന്. അപ്പൊ അവൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നായകനോട് പറയുവാണ്, ഇനി നീ കടലിലേക്ക് പോകരുത്, എനിക്ക് സത്യം ചെയ്തതാ എന്ന്. ഇത് കേൾക്കുന്ന നായകൻ പറയാണ്, എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഈ കടലിനെ ആശ്രയിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല. എന്റെ കുടുംബം ജീവിക്കുന്നത് തന്നെ ഈ കടല് കൊണ്ടാണ്. സോ അങ്ങനെയുള്ള ഈ തൊഴിൽ വിടാൻ എനിക്ക് കഴിയില്ല. നമ്മളൊക്കെ കടലിന്റെ മക്കളാണ്. കടലിനെ മറന്നൊരു ജീവിതം അത് സാധ്യമല്ല. ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന നീ തന്നെ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലേ. ഇങ്ങനെയൊക്കെ നായകൻ പറയുന്ന സമയത്തും, ഇല്ല എന്തൊക്കെ പറഞ്ഞാലും നീ എനിക്ക് സത്യം ചെയ്തു തരണം. എന്റെ അച്ഛൻ ഈ ജോലി നിർത്തിയ പോലെ നീ നിർത്തണം എന്നൊക്കെ നായിക പറയുന്ന സമയത്ത് വേറെ നിവൃത്തിയില്ലാതെ നായകന്റെ വാശി കൊണ്ട് നായകൻ അവൾക്ക് സത്യം ചെയ്തു കൊടുക്കുന്നു. എന്നാൽ അടുത്ത ദിവസം നായകന്റെ ടീംസിനോടൊപ്പം നായകനെ കടലിലേക്ക് പോകേണ്ടി വരുന്നു. ഇതേസമയം ഈ കാര്യങ്ങളെല്ലാം നായിക അറിയുന്നു. അപ്പൊ നായകൻ അവന്റെ പ്രോമിസ് തെറ്റിച്ചു എന്ന് അറിയുന്ന സമയത്ത് നായിക ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഞാനാണോ വലുത്, അതേ കടലിലേക്ക് പോകുന്നതാണോ വലുത്, നിങ്ങൾക്ക് തണ്ടയിലായിട്ടിരിക്കുന്നതാണോ വലുത്, എന്റെ കൂടെ ജീവിക്കുന്നതാണോ വലുത് എന്ന്. ഇത് കേൾക്കുന്ന നായകൻ പറയുന്നു, എടി നീ ദയവ് ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്ക്. നാട്ടുകാർ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തണ്ടയിൽ എന്ന് പറയുന്ന പദവി കളയാൻ എനിക്ക് കഴിയില്ല. അതേപോലെ തന്നെയാണ് നീയും എനിക്ക്. നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. എന്നെ വിശ്വസിച്ചാണ് ഇവര് മുഴുവൻ എന്റെ കൂടെ ഇറങ്ങിയിരിക്കുന്നത്. ഇവരെനിക്ക് കൈവിടാൻ വയ്യാന്ന് നായകൻ പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ട് നായികയ്ക്ക് ദേഷ്യം വരുന്നു. അങ്ങനെയാണെങ്കിൽ നീ അവരെയും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞ് നായിക അവിടുന്ന് പിണങ്ങി പോകുന്നു. നായകൻ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ അതൊന്നും കേൾക്കുന്നില്ല. കൂടെ വിശ്വസിച്ചിറങ്ങിയ ആൾക്കാരെ നിരാശപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ നായകൻ അവരെയും കൊണ്ട് പോകേണ്ടി വരുന്നു. അങ്ങനെ വാക്ക് തെറ്റിച്ച് നായകൻ വീണ്ടും കടലിലേക്ക് പോയോണ്ടാണ് അതിന്റെ വിഷമത്തിൽ നായിക സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ പ്രസന്റ്ലി ഈ കാര്യങ്ങളെല്ലാം നായിക കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തിനോട് പറഞ്ഞു തീരുന്ന സമയത്ത് അയാൾ ചോദിക്കുവാണ്, അപ്പൊ രാജുവിന് നിനക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഞാനുമായിട്ടുള്ള കല്യാണത്തിന് ഓക്കെ പറഞ്ഞതെന്ന്. രാജു എന്നേക്കാളും വലുത് കടൽ ജീവിതമാണെന്നുള്ള രീതിയിൽ പോയതാണ്. അതുകൊണ്ട് ഇനി അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അച്ഛനോട് ഞാൻ എനിക്ക് വേണ്ടി പുതിയൊരു ആലോചന കണ്ടെത്തിക്കോളാൻ പറഞ്ഞത്. കടലിലേക്ക് പോയ അവൻ തിരിച്ചു വന്നിട്ട് അവനോട് എനിക്ക് പറയണം, ഇനി എനിക്ക് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന്. അതിനുശേഷം നമുക്ക് കല്യാണം കഴിക്കാം. നിങ്ങളെ കല്യാണം കഴിക്കാൻ ഞാൻ ഓക്കെയാണ്. ഇത് കേൾക്കുന്ന കരുണാകരനും ശരി അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ആ സീനോട് കട്ടായി കടലിലേക്ക് പോയ നായകനെയും സംഘത്തിനെയും കാണിക്കുന്നു. കടലിൽ ഇപ്പോൾ വലിയ വലിയ തിരമാലകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ അവർ പോയ ബോർഡിന് ഡാമേജ് ഒക്കെ പറ്റുന്നു. അങ്ങനെ എല്ലാവരും കടലിലേക്ക് വീഴുന്നു. ഈ സമയം നായകൻ എല്ലാവരെയും സേവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫൈനലി അവരെല്ലാവരും പാകിസ്ഥാൻ ഫോഴ്സിന്റെ കയ്യിൽ പെട്ടു. അടുത്ത സീനിൽ നായകന്റെ വീട്ടിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കത്ത് വരുന്നു. ഇത് കാണുന്ന സമയത്ത് നായകന്റെ അമ്മയ്ക്ക് ഒരുപാട് സങ്കടപ്പെടുന്നു. നായിക ഈ കാര്യം അറിയുന്നുണ്ട്. അവരെ തീവ്രവാദികളാണെന്നും പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ അവരെ പിടികൂടിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ പാകിസ്ഥാൻ ഫോഴ്സ് അവരെ അറസ്റ്റ് ചെയ്ത് അവിടെയുള്ള ജയിലിലേക്ക് കൊണ്ടുപോയിടുവാണ്. ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇതേസമയം നാട്ടില് നമ്മുടെ നായകന്റെ അമ്മയും നായികയെല്ലാം നായകനെ പറ്റി ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെടുവാണ്. അതുപോലെ ഇപ്പൊ നായകന്റെ സംഘവും പാകിസ്ഥാൻ ജയിലിലാണെന്ന് അറിഞ്ഞിട്ട് അവിടേക്ക് അവർക്ക് വേണ്ടി നാട്ടുകാർ കത്തെല്ലാം എഴുതുന്നു. അതെല്ലാം കിട്ടുന്ന സമയത്ത് നായകൻ അതൊക്കെ വായിക്കുവാണ്. 22 മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ ഇങ്ങനെ ജയിലിൽ പെട്ടിരിക്കുന്നത്. ഇവരെ എല്ലാരെയും ആ ജയിലുണ്ടായിരുന്ന ഒരു പാകിസ്ഥാനി നേതാവ് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ നായകന്റെ സംഘത്തിനും തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ലാതായി പോകും. ഇവിടുത്തെ ജയിലിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാളാണെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ അത്രയും മത്സ്യത്തൊഴിലാളികൾ അവിടെ ആയി പോകുന്നുണ്ട്. അതായത് അങ്ങനെ പെട്ടുപോകുന്നുണ്ട്. കരയിലുള്ള അവരുടെ കുടുംബത്തിന് ജീവിക്കാനായിട്ട് യാതൊരു മാർഗ്ഗം ഇല്ലാതായി പോകുന്നു. ഇവരിങ്ങനെ പിടിച്ചോണ്ട് വരുന്ന മീനല്ല ഇവരവിടെയുള്ള സേട്ടുവിനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അയാൾ അതിന് പകരമായിട്ടുള്ള എമൗണ്ട് ഇവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇവർക്ക് കൊടുക്കാനുള്ള കുറെ തുകയാണെങ്കിൽ സേട്ടു പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും അത്രയും പേര് അവിടെ പെട്ടുകിടക്കുവായോണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു എമൗണ്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ആ പെൻഡിങ് കിടക്കുന്ന എമൗണ്ട് പോയി വാങ്ങാന്ന് അവർ പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നായിക അവളുടെ ഫിയാൻസിനെയും കൂട്ടി നേരെ സേട്ടുവിന്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ആ എമൗണ്ട് ചോദിക്കുന്നു. എന്നത് പെട്ടെന്ന് തരാൻ കഴിയില്ല എന്നാണ് സേട്ടു പറയുന്നത്. എന്നാൽ ഇതങ്ങനെ വിട്ടിട്ട് പോകാൻ കഴിയില്ലല്ലോ. കാരണം ആ എമൗണ്ട് കിട്ടിയിട്ട് വേണം ആ കുടുംബങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നായിക എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ബാക്കി മത്സ്യത്തൊഴിലാളികളെ കൂട്ടി സേട്ടുവിനെതിരെ സമരം ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സമയത്ത് സേട്ടുവിന് വേറെ നിവൃത്തിയില്ലാതാവുകയാണ്. അങ്ങനെ നായികയ്ക്ക് അയാൾ ആ പണം കൊടുക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ ആ പണവും വാങ്ങി നാട്ടിലേക്ക് എത്തുന്ന നായിക എല്ലാവർക്കുമായിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതേ സമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം കത്ത് വഴി ജയിലിൽ കിടക്കുന്ന ആ 22 മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. അങ്ങനെ നായിക ഇത്രയും വലിയൊരു കാര്യം ചെയ്തെന്ന് അറിയുന്ന സമയത്ത് എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നു. പ്രധാനമായിട്ടും നമ്മുടെ നായകൻ. അതുപോലെ തന്നെ നായികന്റെ നാട്ടുകാരുടെ ഒരുപാട് പ്രയത്നത്തിനൊടുവിൽ ഇന്ത്യൻ എംബസി ആ 22 മത്സ്യത്തൊഴിലാളികളെ വിട്ടുതരാൻ പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റിനോട് സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ ഓഗസ്റ്റ് 15-ന് അവരെ റിലീസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ പേരിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ എന്തൊക്കെയോ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിനെ തുടർന്ന് പാകിസ്ഥാനിലും കുറെ കലാപങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. അതേ തുടർന്ന് ആ 22 മത്സ്യത്തൊഴിലാളികളുടെയും റിലീസിംഗുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഫോഴ്സ് കോടതിയിലേക്ക് എത്തിക്കാൻ തുടങ്ങുന്ന സമയം ഇതറിയുന്ന പാകിസ്ഥാനിലെ നാട്ടുകാര് ഈ ഇന്ത്യൻ
ഫിയാൻസിനെ വെറുതെ വിട്ടുവിടാന്നുള്ള രീതിയിൽ വണ്ടി തടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ കാര്യങ്ങള് ഫോഴ്സിന്റെ കയ്യിൽ നിൽക്കുന്നില്ല. ഈ സമയം നായകനാണെങ്കിൽ കൂടെയുള്ള ആൾക്കാരെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ തിരിച്ച് ജയിലിലേക്ക് തന്നെ എത്തുവാണ്. അവിടെ അത്രയും വലിയൊരു കാര്യം നടന്നിട്ടും കൂടെയുള്ള ആൾക്കാരെ വളരെ സേഫ് ആയിട്ട് നായകൻ തിരിച്ച് ജയിലിലേക്ക് തന്നെ എത്തിച്ചപ്പോൾ അവിടുത്തെ ജയിലർക്ക് ഒരു അതിശയം തോന്നുവാണ് നായകനോട്. എന്തായാലും ഇപ്പൊ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ റിലീസിംഗ് ഡേറ്റ് എല്ലാം ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നു. ഈ കാര്യം അറിയുന്ന സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ വീണ്ടും ഫിയാൻസിനെ കൂട്ടി എംബസിയിൽ വന്ന് മിനിസ്റ്ററെ മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയിച്ച് എങ്ങനെയെങ്കിലും അവരെ സേവ് ചെയ്യണമെന്ന് നായിക ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുവാണ്. അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് വീണ്ടും ആ കാര്യത്തിൽ ഇടപെടുന്നു. അതുകൊണ്ട് തന്നെ അവരെ റിലീസ് ചെയ്യാനുള്ള ഓർഡർ വീണ്ടും വരുവാണ്. അങ്ങനെ 22 പേരെയും ഇന്ത്യ പാക് ബോർഡറിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് അതിൽ ഓരോരുത്തരുടെ ഐഡിയ എല്ലാം ചെക്ക് ചെയ്ത് അവരെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയം 22 പേരെ സ്വീകരിക്കാൻ വേണ്ടി നാട്ടുകാരെല്ലാം അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ നായികയുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ ഉൾപ്പെടെ 21 ആൾക്കാരെ ഐഡിയ എല്ലാം വെരിഫൈ ചെയ്ത് ഇന്ത്യയിലേക്ക് കടത്തി. എന്ന് 22ാമത്തെ ആളായ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ മാത്രം, അതായത് അയാളുടെ ഐഡി വെരിഫൈ ആവാത്തതുകൊണ്ട് അവിടെ തടഞ്ഞു നിർത്തുവാണ്. അവനും കൂടി വന്നതിന് ശേഷം അവിടെ വിട്ട് പോവുള്ളൂ എന്ന് നായകനെ സമയം വാശി പിടിക്കുന്നു. എന്നാൽ ലക്ഷ്മണന്റെ ഐഡി ഇപ്പൊ വെരിഫൈ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അയാളെ ഇപ്പൊ കടത്തിവിടാൻ കഴിയില്ല എന്ന് ഗവൺമെന്റ് പറയുന്ന സമയം ഞാനും എന്റെ സംഘവും 22 പേരായിരുന്നു. അതിൽ ഒരാളെ പോലും ഇവിടെ വിട്ട് എനിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവനെ വിട്ടില്ലെങ്കിൽ ഞാനും പാകിസ്ഥാനിൽ തന്നെ ഉണ്ടാവും, അവനെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരെയെല്ലാം അവരവരുടെ വീട്ടുകാരോട് പറഞ്ഞയച്ച് നായകൻ വീണ്ടും പാകിസ്ഥാനിലേക്ക് കടന്നു ചെല്ലുന്നു. എന്നിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരെടുത്തിരുന്ന് ഇവനെ വിടുന്ന സമയത്ത് എന്നെയും വിട്ടാൽ മതി എന്ന് പറയുവാണ്. ഇത് കാണുന്ന സമയത്ത് അവിടെയുള്ള ജയിലർക്ക് നായകനെ ഓർത്താഭിമാനം തോന്നുന്നു. ഒരു തണ്ടല് ഒരു റിയൽ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് നീ പ്രൂവ് ചെയ്തു നീ സമയം അയാൾ നായകനോട് പറയുന്നു. ഇതേസമയം സിദ്ധ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ലക്ഷ്മണനെ അവർ പിന്നെ വിട്ടോളും, നീ വരാൻ നോക്ക് നമുക്ക് പോവാന്നും പറഞ്ഞുകൊണ്ട് നായകൻ ഒരുപാട് വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്നും കേൾക്കാൻ നായകൻ തയ്യാറാവുന്നില്ല. അവനും കൂടി വന്നാലേ അല്ലെങ്കിൽ അവനും കൂടി വിട്ടാലേ ഞാനും വരുള്ളൂ എന്നും പറഞ്ഞ് നായകൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചുപോയി. അതിനുശേഷം ഇന്ത്യൻ ഗവൺമെന്റ് ലക്ഷ്മണന്റെ ഐഡി വെരിഫിക്കേഷന്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി പാകിസ്ഥാൻ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അതെല്ലാം വെരിഫൈ ചെയ്ത് ലക്ഷ്മണനെ അവരെ റിലീസ് ചെയ്യുവാണ്. അങ്ങനെ ലക്ഷ്മണനെയും കൂട്ടി നായകൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അവർ ഈ റിലീസിങ്ങിന് ആ ജയിലറൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊക്കെ നന്ദി പറഞ്ഞിട്ടാണ് ലക്ഷ്മണനെയും കൊണ്ട് നായകൻ അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ ഇപ്പൊ പാകിസ്ഥാന്റെ കയ്യിൽ പെട്ടുപോയ ആ 22 മത്സ്യത്തൊഴിലാളികളും രക്ഷപ്പെട്ട് തിരിച്ചെത്തുന്നതുകൊണ്ട് തന്നെ നാട്ടുകാർ ഒരുപാട് സന്തോഷിക്കുന്നു. ഇതേസമയം നാട്ടിലുള്ള നമ്മുടെ നായികയുടെ വീട്ടില് കരുണാകരനുമായിട്ടുള്ള അവളുടെ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്ത് കരുണാകരനാണെങ്കിൽ അവളെ കാണണമെന്നും പറഞ്ഞ് അവിടുത്തെ ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് അവളെ വിളിപ്പിക്കുവാണ്. എന്നിട്ട് അവളോട് പറയുവാണ്, രാജുവിന് വേണ്ടി നീ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്നെ വിളിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴും നീ അവനെ എത്രത്തോളം പ്രണയിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിലുള്ള ആ ദിവ്യമായ പ്രണയം തകർത്ത് അതിനിടയിലേക്ക് കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഒന്നിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, ഞാനതിന് ഒരു നിമിത്തമായിരുന്നു മാത്രം. ഇങ്ങനെല്ലാം പറഞ്ഞ് നായികനെ അയാളെ നായകന് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ അയാൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അയാൾക്ക് ഇത്ര വലിയൊരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കി നായിക അയാളോട് നന്ദി പറയുന്നു. എന്നിട്ട് അവള് നേരെ ലൈറ്റ് ഹൗസിലേക്ക് നായകനെ കാണാൻ വേണ്ടി ഓടുവാണ്. ഇതായിരുന്നു അവരുടെ ഫേവറേറ്റ് സ്പോട്ട്, അവരെപ്പോഴും മീറ്റ് ചെയ്യാറുള്ള സ്ഥലമായിരുന്നു ഇത്. അങ്ങനെ ഇപ്പൊ നായിക അവിടേക്ക് എത്തി അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവർ ഒരുമിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ക്ലൈമാക്സോടെ ഈ മൂവി എൻഡ് ചെയ്യുന്നു. അപ്പം മച്ചന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ, താങ്ക് യു.